ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വലിയ പെരുന്നാളിൻ്റെ വ്ളോഗിക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് രാത്രിത്തെ വീഡിയോ ആണ്. രാത്രി പറഞ്ഞാൽ മഹരിബൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിയൊക്കെ കൊടുന്നപ്പോൾ ഉള്ളി തൊലിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഉള്ളി തൊലിക്കാൻ പോയപ്പം ഇളയച്ചനെ അത്യാവശ്യം ഉള്ളികളൊക്കെ തൊലിച്ച് വെച്ചിരുന്നു. പിന്നെ ഞാനും കുറച്ചൊക്കെ തൊലിച്ച് അതിൻ്റെ ഇടയിൽ പൊന്നൂസും മിന്നൂസും ഒക്കെ മൈലാഞ്ചി ഇടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ പോയി. പിന്നെ വെല്ലുള്ളിയും ചെറുള്ളിയും ഒക്കെ തൊലിച്ചിരുന്നു. പിന്നെ വെളുത്തുള്ളിയും കൂടി തൊലിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതും തൊലിച്ചു. പിന്നെ മല്ലിച്ചപ്പും പുതിനയും ഒക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ രാവിലേക്കൊക്കെ പായസത്തിനുള്ള ചെറുപയർ പരിപ്പ് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് നേരത്തെ അത് അടുപ്പത്തേക്ക് വെക്കും ചെയ്യും, ചൂടൊക്കെ ആറുമല്ലോ. അപ്പോൾ അതും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി വെല്ലുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് അരിഞ്ഞ് വെച്ചിക്കല്ല, തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അരി കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ തൈരും പാലും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പാല് പായസത്തിന്, പിന്നെ തൈര് ചോറുക്കുള്ളതും, പിന്നെ സാലഡ് ഉണ്ടാക്കാനുള്ളതും ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടം, അതുപോലെ പായസത്തേക്കുള്ള വെള്ളം, എല്ലാ സാധനങ്ങളും രാത്രി തന്നെ റെഡിയാക്കി വെച്ചിക്കാൻ കേട്ടോ. അങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് അരി ആട്ടാനിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് മറന്നിട്ടാണ് അങ്ങോട്ട് പോയത്. വന്ന ഉടനെ തന്നെ അരി ആട്ടി വെച്ചു. പിന്നെ പാത്രങ്ങൾ കഴുകാൻ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരിയാട്ടൽ കഴിഞ്ഞിട്ട് വേണം പാത്രങ്ങളും കൂടെ കഴുകാനെന്ന് വിചാരിച്ച് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ബേസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ബേസിൽ നിന്ന് എടുത്തിട്ട് സ്റ്റാൻഡൊക്കെ കവുത്തി വെച്ചു. അങ്ങനെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പോയി കിടന്നുറങ്ങി കേട്ടോ. പിന്നെ രാവിലെ എണീറ്റപ്പം അത്യാവശ്യം നല്ലോണം തണുപ്പുണ്ടായിരുന്നു കേട്ടോ. മഴ ഇങ്ങനെ മൂടിയുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. ഇനിയിപ്പോൾ ഒരു 10 മണിയൊക്കെ ആയാൽ ഇങ്ങനെ മൂടി നിന്നാലും ചൂടുണ്ടാവും. പക്ഷേ ഇപ്പം പച്ചവെള്ളത്തിൽ കുളിക്കാൻ മക്കൾക്കൊക്കെ മടിയേക്കാരം. അതുകൊണ്ട് അവർക്ക് കുളിക്കാനുള്ള വെള്ളം 2 ഗ്യാസുമേയും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആട്ടി വെച്ച മാവൊക്കെ അത്യാവശ്യത്തിന് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ദോശയും കൂടി ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ മക്കളൊക്കെ വിളിച്ചുണർത്തി ഓരോരുത്തരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറാൻ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവർക്കുള്ള ചെരുപ്പും ഷൂവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പള്ളിയിൽ പോകുമ്പം ചെരുപ്പിടുക, അത് കഴിഞ്ഞ് വന്നിട്ട് ഷൂ ഇടാന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ഓരോരുത്തർ കുളിച്ച് വന്നപ്പോഴേക്ക് ചൂടോടെ ദോശ ചുട്ടെടുത്തു കേട്ടോ. ചൂടോടെ ദോശ ചുട്ടെടുക്കാൻ കാരണം കറി ഉണ്ടാക്കാൻ പഠിച്ചിട്ടാണ്. അപ്പോൾ കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് ഈ സമയത്ത് അതും കൂടെ ഒരു ടൈം പോക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വെറുതെ സമയം കളയണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ദോശ ചൂടോടെ ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ അവർ അടുക്കളയിൽ തന്നെ ഇരുന്നിട്ട് കഴിച്ചു. പിന്നെ ഒരു ഡ്രസ്സ് മാറ്റലും ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അകൊക്കെ ഒന്ന് അടിച്ച് വാരിയിടാന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് തുടക്കണമൊന്നുമില്ല, ഇന്നലെ വൈകുന്നേരം തുടച്ചതാണ്. അപ്പോൾ ഞാൻ വെച്ച് തുടക്കണമൊന്നുമില്ല എന്ന് കേട്ടോ. പിന്നെ അകത്ത് ഇഷ്ടംപോലെ മക്കൾ അതും ഇതും വലിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ ടാഗും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി പിന്നെ അവരെല്ലാവരും കൂടെ പള്ളിയിൽ പോയിട്ടോ. അവർ പള്ളിയിൽ പോയ ഉടനെ തന്നെ ഞാൻ പെട്ടെന്ന് കുളിച്ചൊക്കെ മാറ്റി വാതിലൊക്കെ പൂട്ടി തറവാട്ടിലേക്ക് പോകുകയാണ്. തറവാട്ടിലേക്ക് പോകുമ്പം ഭയങ്കര മടിയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നടന്ന് പോകണ്ടേന്ന് ആലോചിച്ചിട്ടാണ്. അവർ പള്ളി പോണീൻ്റെ മുന്നേ ആണെങ്കിൽ ഇങ്ങനെ വണ്ടിമ്മ മേലൊക്കെ ആക്കി തന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ മേലക്ക് നടക്കാൻ ഭയങ്കര മടി. നടക്കാനെന്ന് മടിയാണെന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും കുറേ ദൂരം ഉണ്ടെന്ന് കേട്ടോ. ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ആ നടത്തം തന്നെ എനിക്ക് മടിയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ തന്നെ അകത്തേക്കൊന്നും കയറാൻ നിന്നില്ല. അടുക്കള ഭാഗത്ത് കൂടെ കയറാൻ വിചാരിച്ചു കേട്ടോ. അടുക്കളയിൽ കണ്ട് കയറിയാൽ അടുക്കളയിൽ ഇഷ്ടം പോലെ പണി ഉണ്ടാകുമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ആരും കാണില്ല. അപ്പോൾ എല്ലാവരും അടുക്കളയിൽ ഉണ്ടാകുമല്ലോ. അങ്ങനെ അടുക്കള ഭാഗത്ത് പോയപ്പോൾ ഇളയിച്ച് രാവിലെ തന്നെ പായസം ഉണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വറവ് ഇടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വറവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ മുത്തച്ഛന്മാരും ഇളയച്ചന്മാരും കുട്ടികളും ഒക്കെ പള്ളിയിൽ നിന്ന് വന്നപ്പോഴേക്ക് പായസം റെഡി ആയിട്ടോ. അങ്ങനെ താത്തമാർ അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ ഉള്ളി അരിയലും തക്കാളി അരിയലും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ചെമ്പക്ക് ചോറ് വെക്കാനുള്ള എണ്ണ ഒഴിച്ചപ്പോൾ കുറച്ചധികമായി എന്ന് പറഞ്ഞിട്ട് അതിന് മുക്കിയൊക്കെ എടുക്കാനാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ ഒഴിക്കുക, അധികം ആവണ്ടെന്ന് പറഞ്ഞിട്ട് മുക്കിയൊക്കെ എടുത്ത് പിന്നെ പട്ടയും ഗ്രാമ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ പെരുന്നാളായതുകൊണ്ട് അറിവും കാര്യങ്ങളും എല്ലാ ഇതും ഉണ്ടായതുകൊണ്ട് എല്ലാവരും പായസം കുടിച്ചിട്ട് പോയിട്ടോ. ഇനി ചോറാകുന്ന സമയത്തേ വരുള്ളൂ. ചെറുപെരുന്നാളാണെങ്കിൽ അടിച്ചു പൊളിക്കാൻ നല്ല രസമായിക്കാരം. വലിയ പെരുന്നാൾക്ക് ആരും ഉണ്ടാവില്ല. എല്ലാവരും ഒറ്റയും തലയൊക്കെ ആയിട്ട് ഓരോരുത്തരായിട്ട് ആർക്കൊക്കെ ഒഴിവ് കിട്ടണ ഓര് വന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ച് പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വന്നിങ്ങനെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് പായസം കുടിക്കലും ഒക്കെ നടക്കുന്നുണ്ട്. മക്കളൊക്കെ അവിടെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അതേപോലെ ചോറിന് വെക്കാനുള്ള എണ്ണയിൽ പട്ട ഇതൊക്കെ മൂത്തപ്പം പിന്നെ പച്ചമുളകും മല്ലിച്ചപ്പും പുതിനയും വെല്ലുള്ളിയും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ലോണം മഴ മൂടലും ഉണ്ട്. പിന്നെ വിറക് കത്തിക്കാനുള്ള മടിയൊക്കെ കാരണം ഗ്യാസ് അടുപ്പമേണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആകും ചെയ്യും. അങ്ങനെ ഗ്യാസ് കൂട്ടലും കുറക്കലും മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഈ ഗ്യാസ് അടുപ്പിൽ ചോറ് വെക്കണ കാര്യം എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വെക്കണേ. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചെറിയൊന്ന് തനിച്ചിട്ടിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ബിരിയാണിയൊക്കെ പെട്ടെന്ന് തന്നെ ആക്കിട്ടോ. പിന്നെ കാക്കമാരൊക്കെ വന്നപ്പം അവരൊക്കെ ഫുഡ് കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ അടികൂടലും എന്താ പിച്ചലും മാന്തലും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ കളിക്കലും ഒക്കെ നടക്കുന്നുണ്ട്. ഷാർ ബേബി അല്ലെങ്കിൽ നിലത്തിറങ്ങി കളിക്കുകയല്ല കേട്ടോ, എല്ലാവരും ഒക്കത്ത് കൂടി കാരം. ഇപ്പം എല്ലാവരും പുറത്തേക്ക് പോയ ചാൻസിൽ അവളൊന്ന് ഇറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവളിങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അവൾ ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. ഓരോക്കൊക്ക് അങ്ങനെ ചാടും. അത് കുട്ടികളുടെ അടുത്ത് കിട്ടോ, വലിയവളത്തേക്കൊന്നും ഓൾ വരൂല. ഓളമ്മച്ചിൻ്റെ ഒക്കത്ത് ഇങ്ങനെ ഇരിക്കും. പിന്നെ കുട്ടികളെ ഓളെ പ്രായമുള്ള കുട്ടികളും കുറച്ച് ഓളെ എടുക്കാൻ പറ്റുന്ന കുട്ടികളത്തേക്കും ഓൾ പോകും കേട്ടോ. അങ്ങനെ ഓളെ കളിയാണ്. അപ്പോൾ കുറച്ച് നേരം ഓളെ കളിയും കണ്ടിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ അങ്ങനെ എല്ലാവരും ഫുഡേയും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എൻ്റെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ഈ ഡ്രസ്സാണ് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇടുന്നത്. അങ്ങനെ ഡ്രസ്സും ഒക്കെ റെഡിയാക്കി വെച്ച് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി പോവാൻ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. മക്കൾ പിന്നെ രാവിലെ മാറ്റിയ അതേ ഡ്രസ്സായിരുന്നു. പിന്നെ അതുകൊണ്ട് അവരെ മാറ്റിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ ഉക്കിയൊക്കെ വണ്ടി കയറുന്നിട്ട് ഓണിങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. എവിടെ ഇറങ്ങിയില്ലേ ചോദിച്ചിട്ട്. എന്താ എനിക്കാണെങ്കിൽ ഇറങ്ങുമ്പം ലൈറ്റൊക്കെ ഓഫാക്കിയോ, ഗ്യാസൊക്കെ ഓഫാക്കിയോ അങ്ങനെയൊക്കെ നോക്കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നോക്കിക്കഴിഞ്ഞ് ഞാൻ താഴേക്ക് എത്തുമ്പോഴത്തിന് ഒരു 5-6 ഓണ് അമർത്തി അടിച്ചിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും കേട്ടോ. ഇനിയിപ്പോൾ രാത്രി ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. എന്തായാലും പോയി അവിടെ പോയിട്ട് ഉമ്മ ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്ക് പിന്നെ പള്ളിയിൽ നിന്ന് ഇറച്ചിയൊക്കെ കൊണ്ടുപോയല്ലോ, അതൊക്കെ വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഉമ്മച്ചി ലൈമൊക്കെ കലക്കി തന്നു കേട്ടോ. അതൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഉമ്മച്ചി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അതേപോലെ ചിക്കൻ പൊരിച്ചിരുന്നു. പിന്നെ പായസം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.